എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, ഇന്ദ്രനെ അങ്ങനെ അവസാനം പോലീസ് പിടികൂടുകയാണ്. സേതുവിന്റെ പല്ലവിയുടെ തന്ത്രപരമായ ഇടപെടൽ മൂലമാണ് ഇന്ദ്രൻ പോലീസ് കസ്റ്റഡിയിലാവുന്നത്. അങ്ങനെ ലോക്കപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ദ്രൻ പിറുപിറുക്കുക, നിനക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് ഈ പല്ലവി, നീ അങ്ങനെ അധികം സൂഹിക്കുമെന്ന് നീ കരുതണ്ട. എന്നെ അകത്താക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്നാണോ നീ കരുതുന്നേ? നിനക്കിട്ടുള്ള പണി ഞാൻ പുറകെ തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോക്കപ്പിനുള്ളിലേക്ക് ഇന്ദ്രൻ കയറുന്നേ. ആ സമയത്ത് സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല സേതുവേട്ടാ, ഇത്ര പെട്ടെന്ന് എനിക്ക് അവനെ പിടികൂടാൻ പറ്റുമെന്ന്. പല്ലവിയുടെ ഈ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ സേതു പറഞ്ഞു, എനിക്കറിയായിരുന്നു ഉറപ്പായിട്ടും അവൻ അവിടെ വരുമെന്ന്, പല്ലവിനെ കാണാൻ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ ആൻ ടീച്ചറും കൂടെ വിളിച്ചതെന്ന് പറയാണ്. അപ്പോഴേക്കും നിരഞ്ജന മാഡം ഇങ്ങോട്ട് വന്നു. നിരഞ്ജന മാഡം വന്നിട്ട് പറഞ്ഞു, അവനെ പുറത്ത് സഹായിക്കാനായിട്ട് ആരോ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരേ ഒരാള്, പക്ഷെ അത് ആരാന്നറിയില്ല. ആ പ്രതാപന്റെ സിമ്മാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം എന്താ എങ്ങനെയാണെന്നും അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, ഒരു പക്ഷേങ്കില് പ്രതാപന് ഫോൺ നമ്പർ ആണെങ്കിൽ അതൊരു പക്ഷെ നിഖിലായിരിക്കുമോ? അങ്ങനെ ഒരു സംശയം സേതുവിന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ശ്രീഹരി കണ്ടതാണ് പ്രതാപനും നിഖിലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പല്ലവി പറഞ്ഞു, ശരിയാണ്, അന്ന് ശ്രീഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് നിരഞ്ജന മാഡത്തിനോട് ആ കാര്യങ്ങൾ പറയണം. പ്രതാപന്റെ സിം ഒരു പക്ഷേങ്കിൽ നിഖിലെടുത്ത് അവന് കൊടുത്തായിരിക്കോ, ഇന്ദ്രന് കൊടുത്തായിരിക്കോ? നിരഞ്ജന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം. അവനെയും കൂടെ വിളിച്ച് ചോദ്യം ചെയ്യുവാണെങ്കിൽ കാര്യങ്ങൾ എന്താ എങ്ങനെയെന്നൊക്കെ അറിയാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നിരഞ്ജന അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അവന് ജാമ്യം കിട്ടാൻ വകുപ്പുണ്ട്. അവനെ ഇറക്കാനായിട്ട് മിക്കവാറും അവന്റെ അമ്മ വരുമായിരിക്കും. ഇത് കേട്ടപ്പം പല്ലവി ചോദിച്ചു, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും മാഡം? അവനെ കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമല്ലേ, നമുക്ക് കസ്റ്റഡി കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ സാധിക്കുള്ളൂ എന്ന് ചോദിക്കാം. അത് ശരി തന്നെയാ. എന്തായാലും പല്ലവിക്ക് ഇനി സമാധാനിക്കാം. ഇനിയിപ്പൊ അവൻ ജീവിച്ചെടുപ്പണമെന്ന് അറിയാലോ. പല്ലവിയുടെ മേലുള്ള കുറ്റമൊക്കെ അങ്ങനെ മാറിയല്ലോ. ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. പല്ലവി പറഞ്ഞു, അത് മാത്രം എനിക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം അതായിരുന്നു. സേതുവേട്ടന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ആ കല്യാണത്തിൽ പോലും പങ്കെടുക്കണേ പോലും ഒരു പക്ഷെ ഇന്ദ്രൻ ജീവിച്ചിരിപ്പണമെന്ന് അറിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പങ്കെടുക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിലേക്ക് കയറിനെ പോലും എനിക്കതൊരു തെളിവായിട്ട് വേണമായിരുന്നു. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, ഇനിയിപ്പൊ പേടിക്കണ്ട, പല്ലവിക്ക് ധൈര്യമായിട്ട് പൊന്നുമടത്തിലേക്ക് പോകാന്ന് പറയാ. സേതുവിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുന്നേ. രാജലക്ഷ്മിയുടെ വരവ് വെറുതെ ആയിരുന്നില്ല, കാട്ടൂരാൻ വക്കീലിനെ കൂട്ടിയാ വരുന്നേ. ഇതൊക്കെ പല്ലവി മുൻകൂർ കണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു പക്ഷെ ഇന്ദ്രനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനെ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് വക്കീലുമായിട്ട് രാജലക്ഷ്മി വരുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ കാട്ടൂരാൻ വക്കീലിനെ കൂട്ടിക്കൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനെ കണ്ടിട്ട് രാജലക്ഷ്മി, ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്കറിയായിരുന്നു നീ ഇവൾക്ക് തുണയായിട്ട് ഇവിടെ നിൽക്കുന്നു. കാമുകനും കാമുകയും കൂടെ നല്ല പണിയാ കാണിച്ച, എനിക്കറിയാടാ. നീ എത്ര നാൾ നിനക്ക് ഇവിടെ സംരക്ഷിച്ചു പിടിക്കാൻ കഴിയും? ഒത്തിരി കാലമൊന്നും അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നിനക്ക് സാധിക്കില്ല. നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാന്ന് പറയണം. ഇത് കേട്ട് പല്ലവി പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ വെറും നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. പല്ലവിനെ ഒന്ന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല. അതിനുള്ള തെളിവല്ലേ ഇപ്പൊ കണ്ടേന്ന് ചോദിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാടാ. പിന്നീട് കാട്ടൂരാൻ വക്കീൽ പല്ലവിയുടെ അടുത്തേക്ക് വരുവാണ്. പല്ലവിനെ ഒന്ന് നോക്കി, എന്താ പല്ലവി, എന്നെ ഓർമ്മയുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, എനിക്ക് വക്കീലിനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ, അന്ന് കോടതി വെച്ച് ഞാൻ കണ്ടല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് കാട്ടൂരാൻ വക്കീൽ പറഞ്ഞു, ഞാനൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നടപ്പാക്കിയോ ഞാൻ തിരിച്ചു കയറുള്ളൂ. ഇപ്പൊ തന്നെ ഇന്ദ്രനെ ഞാൻ ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് വന്നതാ. ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, ഇവളുടെ വിചാരം എന്താ, ഇന്ദ്രനെ അകത്ത് കിടക്കുമെന്നുള്ളതാ. പക്ഷേങ്കിൽ ഞാൻ എന്റെ വക്കീലിനും കൂട്ടിയാടി വന്നേക്കുന്നേ. അവൻ ഒരു നിമിഷം പോലും അകത്ത് കിടക്കുന്നില്ല, അവനെ പുറത്തിറക്കിക്കൊണ്ട് പോകുന്ന കാണാം എന്നും പറഞ്ഞുകൊണ്ട് കാട്ടൂരാൻ വക്കീലും രാജലക്ഷ്മിയും കൂടെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം സേതു പറഞ്ഞു, അവന് ജാമ്യം കിട്ടുമായിരിക്കുമല്ലേ പല്ലവിന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, ജാമ്യം കിട്ടുവാണേ കിട്ടട്ടെ സേതുവേട്ടാ. ഇനി അവന് പുറത്തിറങ്ങിയാലും എന്താണെങ്കിലും അവനിട്ടുള്ള പണി നിരഞ്ജന മാഡം കൊടുത്തിരിക്കും. ആ സമയത്തിനുള്ളിൽ തന്നെ നിരഞ്ജന മാഡത്തിന് അറിയേണ്ട കാര്യങ്ങളൊക്കെ മാഡം ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കും. അങ്ങനെ അവന് വെറുതെ പുറത്തേക്ക് ഇറക്കി വിടാൻ പോകുന്നില്ലെന്ന് പറയണം. കാരണം ഇനി അവന് പുറത്തിറങ്ങിയാലും അവനെ ആരാണ് സഹായിച്ചതെന്നുള്ളത് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവന് അതേ കാലം അങ്ങനെ കള്ളത്തരങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ നിരഞ്ജന മാഡത്തിനടുത്തെത്തി കാട്ടൂരാൻ വക്കീല്
ഇന്ദ്രനെ ഇറക്കാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുകയാണ്. അങ്ങനെ അവസാനം ഇന്ദ്രനെ ജാമ്യം കിട്ടുവാണ്. അങ്ങനെ ഇന്ദ്രനെ പുറത്തിറക്കിക്കൊണ്ട് വരുവാണ് രാജലക്ഷ്മി. പിന്നീട് സേതുവിന്റെ പല്ലുവിയുടെ അടുത്തേക്ക് ഇന്ദ്രൻ വരുവാണ്. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, നീ എന്താടി വിചാരിച്ചേ ഞാൻ ഇതിനകത്ത് കിടക്കുന്നോ, ഈ സെല്ലിനുള്ളിൽ കിടക്കുന്നോ? അത് വെറും നിന്റെ തോന്നല് മാത്ര. കുറച്ച് ദിവസം ഞാൻ നിന്നെ ഇത് വട്ടം കറക്കിയില്ലേ, എനിക്കറിയായിരുന്നു നീ എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം കളിക്കണമെന്നൊക്കെ. പക്ഷെ പല്ലവി, ഒന്നോർത്തോ, ഞാൻ നിന്റെ പുറകെ ഉണ്ടാവും. നീ എനിക്ക് എത്ര ഒളിച്ചിരിക്കാൻ പറ്റും, നീ ഒളിച്ചിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എവിടെ പോയി ഒളിച്ചാലും നിന്റെ പുറകെ തന്നെ ഇന്ദ്രൻ ഉണ്ടാവും. ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. ഇന്ദ്രൻ ആരാ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്ന് പറയാ. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, എനിക്കറിയാം നീ എന്റെ പുറകെ കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാ. രാജലക്ഷ്മി പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? നീ അവിടെ ജീവിക്കാൻ വന്നാന്ന്, ഇന്ദ്രപ്രസാദ് ജീവിക്കാൻ വന്നാന്ന്, സേതുവിനെ കളഞ്ഞിട്ട് നീ ഇന്ദ്രനോടൊപ്പം ജീവിക്കാൻ വന്നാന്ന്. അതൊക്കെ ഞാൻ വിശ്വസിച്ച് നീ കരുതിയല്ലേ? കണ്ടോ, നിനക്കുള്ള പണി ഞാൻ തന്നിരിക്കും. നീ ഇനി ഹൈക്കോടതിയിലേക്ക് ഡിവോഴ്സിന് പോവല്ലോ, അവിടെ വെച്ച് നിന്നെ കാണാം. നിനക്ക് ഒരിക്കലും ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞാൽ പല്ലു പറഞ്ഞു, നമുക്ക് നോക്കാന്ന് പറയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രാജേഷ് പറഞ്ഞു, വാടാ മോനെ, ഇവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നിരഞ്ജനാമാടം വിളിക്കുകയാണ്. അവിടെ ഒന്ന് നിൽക്കാൻ പറയാണ്. എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അതെ, നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടത് അവരൊന്ന് ഞെട്ടി. കംപ്ലൈന്റ്? എന്ത് കംപ്ലൈന്റ്? പിന്നെ രാജലക്ഷ്മി അടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കിട്ടിയേക്കെന്ന് പറയണം. കാട്ടൂരാൻ വക്കീൽ വരെ ഞെട്ടിപ്പോയി. ആരും എന്തിനാ എങ്ങനെ കൊടുത്തൊന്നും അറിയത്തില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സേതുവും പല്ലവിയും കൂടെ വരുവാണ്. അതെ, ഇത് കേസ് ഫയൽ ചെയ്തിരിക്കുന്നേ ആരാന്നറിയാവോ? കേസ് തന്നിരിക്കുന്നേ പല്ലവിയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി രാജലക്ഷ്മിക്ക്. എന്ത് ചെയ്യണം നടത്തില്ല. ഇവൾ എന്തിനാ പോലും തനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നേ? പെട്ടെന്ന് രാജലക്ഷ്മി വെച്ച്, എനിക്കെതിരെ പരാതിയോ? എനിക്കെതിരെ എന്ത് പരാതിയാ? അത് പിന്നെ പല്ലവിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന്, പല്ലവിക്കെതിരെ ഗൂഢാലോചന, അങ്ങനെ പല പല കേസുകളോ ചുമത്തിയിരിക്കുന്നേ എന്ന് പറയണം. ഓഹോ, ഇവൾ അതല്ല അതിലപ്പുറം പറയും. ഇവളെനിക്ക് അറിയാവുന്ന കാര്യല്ലേ എന്റെ മാഡം. ഇതിന് വല്ല തെളിവുണ്ടോ? ഇവളിങ്ങനെ വല്ല പൊട്ടത്തരം വെച്ച് വിളമ്പിയെന്ന് ഓർത്തോണ്ട് അതൊക്കെ കേട്ടോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങളൊരു കാര്യം ചെയ്യുക, എനിക്കെതിരെ ഇത് എടുത്തോളം പറയണം. അത് കേട്ടതും കാട്ടൂരാൻ വക്കീൽ പറഞ്ഞു, അത് ശരിയാ, എന്തേലും തെളിവുണ്ടോ? തെളിവൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ എന്തിനാ ഒരു പരാതി കിട്ടിയ ഉടനെ അതിന്റെ പുറകെ മാടം തൂങ്ങാൻ പോണെന്ന് ഇരിക്കണം. ഇത് കേട്ടപ്പം പല്ലു പറഞ്ഞ്, തെളിവില്ലാന്ന് ആര് പറഞ്ഞു? എന്റെ ഫോണിനകത്ത് എല്ലാ തെളിവുകളും ഉണ്ട്. ദേ, ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും. ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല രാജലക്ഷ്മി മാത്രമല്ല, ഇന്ദ്രന് കാട്ടൂരാൻ വക്കീലും ഞെട്ടിപ്പോയി. പിന്നീട് പല്ലവി എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ അകത്തിടാനുള്ള വകുപ്പുണ്ട്, എങ്ങനെയാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ഒരു നിമിഷം ഞെട്ടി ചോദിച്ചു, നീ അപ്പൊ ചതിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കുക. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ, ഞാൻ അങ്ങോട്ട് വന്ന് അവിടെ സുഖിച്ച് ജീവിക്കാനാണോ നിങ്ങളുടെ മകനോടൊപ്പം? അതൊരിക്കലും നടക്കില്ല. ഇവനെ പോലുള്ള ഒരുത്തനോടൊപ്പം ജീവിക്കുന്നേക്കാളും ഭേദം ഇവൻ ചാടിയ പോലെ ഞാൻ ആ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന. ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി വെച്ച്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലേന്ന് പറയണ. ഇത് കേട്ടപ്പോൾ നിരഞ്ജനമാടം പറഞ്ഞു, അതൊക്കെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ പിന്നീട്, ഇപ്പൊ നിങ്ങളും കൂടെ കയറി വരാൻ പറയണം. അങ്ങനെ രാജലക്ഷ്മിനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാം. രാജലക്ഷ്മി അത് പ്രതീക്ഷിക്കാത്ത കാര്യം വരുന്നത്. പിന്നീട് രാജലക്ഷ്മിയുടെ മേത്ത് കുറ്റം ചുമത്തുവാണ്. അങ്ങനെ കുറ്റാരോപിതയായിട്ട് അതിനകത്തിരിക്കണം. ആ സമയത്ത് കാട്ടൂരാൻ വക്കീലും കൂടെ ഉണ്ടെന്ന് കൂട്ടിക്കണം. അവിടെ വക്കീലിനാണെങ്കിൽ ഒരു നിമിഷം തെളിവുകളോട് കൂടിയിട്ടല്ലേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പല്ലവി പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ ഇതിനകത്ത് കിടക്ക്, അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങണ്ട എന്ന് പറയണം. അവസാനം രാജലക്ഷ്മി അവിടെ കട്ടക്കലിപ്പ് നിൽക്കുന്ന സമയത്ത് പല്ലവി പറഞ്ഞു, ഓ, ഇനി നിങ്ങൾ ഇതിനകത്ത് കിടന്ന് എന്ത് ചെയ്യൂലേ? മേക്കപ്പെടാനായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആടയാഭരണങ്ങളൊന്നും അണിയാതെ ഇതിനകത്ത് കിടക്കാൻ പറ്റുമല്ലോ. ഒരു രാത്രി മൊത്തം നിങ്ങളുടെ മകൻ എന്നെ ഇതിനകത്ത് നിർത്തിയതാ. അതിന് പകരം, അമ്മയ്ക്ക് പകരം മോൻ തന്നെ ഇതിനകത്ത് കിടക്കട്ടെ. മോനെ ഇറക്കിക്കൊണ്ട് വരാൻ നിങ്ങൾ വന്നല്ലേ, അപ്പൊ അമ്മയ്ക്ക് പകരം നിങ്ങൾ ഇതിനകത്ത് കിടന്നു, മോന് പകരം നിങ്ങൾ ഇതിനകത്ത് കിടന്നു എന്ന് രാജലക്ഷ്മിയോട് പറയണം. ഞാൻ കിടന്ന പോലെ നിങ്ങളും കിടക്കണം, അതെനിക്ക് കാണണം, ഇതെന്റെ ഒരു വാശിയാന്ന് പറയണം. അങ്ങനെ രാജലക്ഷ്മിയുടെ സെല്ലിനകത്തേക്ക് കൊണ്ടുപോവാം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ സഹിച്ചില്ല. ഇന്ദ്രൻ പാഞ്ഞു വന്ന് പല്ലവിയോട് പറഞ്ഞു, ദേ, എന്റെ അമ്മ അകത്തായിട്ടുണ്ട്, നിന്നെ ശരിയാക്കുമെന്ന് പറയാ. നീ എന്ത് ചെയ്യാനടാ എന്നും പറഞ്ഞ് സേതു അങ്ങോട്ട് എല്ലുവാണ്. നിന്റെ കളികളൊക്കെ അവസാനിച്ചു, ഇനിയിപ്പം കളിക്കാൻ പോകുന്ന സേതുവായിരിക്കും. എന്റെ കളികൾക്ക് മുന്നിൽ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഇന്ദ്ര. അതുകൊണ്ട് ഇത് നിന്റെ അവസാന കളിയാ, ഇതോടുകൂടി നിർത്തിക്കണം. ഇനി ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഈ സേതു ആരാന്ന് നീ അറിയാനായിട്ട് പോകുന്നുള്ളൂ. പറഞ്ഞു കേട്ടല്ലോ, കളിക്കുമ്പോൾ ആണുങ്ങൾക്ക് ചേരുന്ന തരത്തിലുള്ള കളി കളിക്കടാ, അല്ലാതെ മറിഞ്ഞും പോകാത്തും ഇരുന്നല്ല കളിക്കേണ്ടത്. അറിയാലോ, വെട്ടത്ത് വന്ന് നിന്ന് കളിക്കണം, അതാണ് ആണുങ്ങൾക്ക് ചേരുന്നേ എന്നൊക്കെ പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രൻ കലിപ്പോട് കൂടിയിട്ട് കാട്ടൂരാൻ വക്കീലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ, എന്നെ കാണിച്ചിട്ടാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അമ്മേനെ ഇന്ന് തന്നെ ഇറക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കാട്ടൂരാൻ വക്കീൽ പറഞ്ഞു, അത് പിന്നെ തെളിവുകൾ സഹിതമല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയൊന്നും എന്ത് ചെയ്താലും കുഴപ്പമില്ല വക്കീലെ. പണം എത്ര വേണം വാരി എറിയാം, പക്ഷേ എനിക്ക് എൻ്റെ അമ്മേനെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയണം. ഈ സമയത്ത് പല്ലവിയുടെ ഫോണിലേക്ക് കോള് വരുവാണ്. പാറുവിൻ്റെ കോള വന്നേ. പാറു പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രനെ പിടികൂടിയെന്നൊക്കെ
എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പാറുവിന് ഭയങ്കര സന്തോഷമായി. പാറു പറഞ്ഞു, ഇവിടെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ചേച്ചിനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട്. അതെ, ഞാൻ വരാം മോളെ, അത് ഞാൻ പൊന്നുമടത്തിലേക്ക് പോട്ടെ, ഞാൻ നാളെ അങ്ങോട്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞ് പല്ലവി അങ്ങനെ പാറുവിനോട് സംസാരിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് അവർ സേതുവും പല്ലവിയും കൂടെ നേരെ പൊന്നുമടത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇനി വരാൻ പോകുന്നത് അച്ഛൻ്റെ വിവാഹമാണ്. അച്ഛൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് നിഖിലുമായിട്ടല്ല, കാരണം നിഖിലിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയാൻ പോവാം. ഇന്ദ്രനെ ഫോൺ നമ്പർ കൊണ്ട് കൊടുത്ത് അത് നിഖിലാന്നുള്ള കാര്യങ്ങളൊക്കെ തെളിവ് അങ്ങനെ തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു കാരണവശാലും പൊന്നുമടത്തുള്ളവരെ നിഖിലിന് കല്യാണം കഴിച്ചു കൊടുത്താൻ സമ്മതിക്കില്ല അച്ഛനെ. അങ്ങനെ അവസാനം ശ്രീഹരി തന്നെ അച്ഛൻ്റെ കഴുത്തിൽ താലിയർത്തും. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.